ഇതൊക്കെ വീണ്ടും എന്തിലേക്ക് നമുക്ക് എഴുതാം? ഇക്വേഷൻ ഫോർമാറ്റിലേക്ക് എഴുതാം. നേരത്തെ നമ്മൾ പറഞ്ഞ ബേസിക് ഇക്വേഷൻ എം പി എഫ് സി തമ്മിലുള്ള റിലേഷൻ പറഞ്ഞ മക്കളെ, എം പിയും എഫ് സിയും തമ്മിലുള്ള റിലേഷൻ എന്താ? മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും. ഫോർമുല അവിടെ കിടക്കട്ടെ, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താ? ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. അപ്പൊ എൻ എൻ പി എം പിയും എൻ എൻ പി എഫ് സിയും തമ്മിൽ എന്തായിരിക്കും? പാരാമീറ്റർ എന്ത് വേണമെങ്കിലും കിടന്നോട്ടെ, ബേസിക് റിലേഷൻ ക്ലിയർ ആണെങ്കിൽ ഇതൊക്കെ വി ക്യാൻ കൺസ്ട്രക്ട് അല്ലെ. അപ്പൊ എൻ എൻ പി എം പി എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻ എൻ പി എഫ് സി പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡി. ഈ ഇൻകത്തിനെയാണ്, ഈ എൻ എൻ പി മാർക്കറ്റ് പ്രൈസിനെയാണ് നമ്മൾ എന്തെന്ന് പേര് വിളിക്കുക? ഈ എൻ എൻ പി എം പിനെ വിളിക്കുന്ന പേരാണ്. എന്തുകൊണ്ടാണ് ഇതിന് വിളിക്കണമെന്ന് ക്ലിയർ ആണോ? ഫൈനലി നമ്മുടെ കയ്യിലുള്ളതാണ് മാർക്കറ്റ് പ്രൈസ്, ശരിയാണോ? ഫൈനലി നമ്മുടെ കയ്യിലുള്ളതാണ് മാർക്കറ്റ് പ്രൈസ്. വൈ ജി എൻ പി? ജി എൻ പിയിലാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും സിറ്റിസന്റെയും ഇൻകം റെപ്രസെന്റ് ചെയ്യുന്നത്. വൈ നോട്ട് ജി എൻ പി ആൻഡ് വൈ എൻ എൻ പി? എല്ലാരും ഇൻകത്തിൽ ഒരു പോർഷൻ എന്തിനു പോകുന്നുണ്ട്? ഡിപ്രീസിയേഷന്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഡിപ്രീസിയേഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ ജി എൻ പി പോയി ആര് വന്നു? എൻ എൻ പി വന്നു. വൈ എൻ എൻ പി എഫ് സി നോട്ട് വൈ എൻ എൻ പി എം പി? എഫ് സി എന്ന് പറയുന്നത് ടാക്സും സബ്സിഡി ഒഴിവാക്കിയിട്ടുള്ള സ്റ്റേജാ. എം പിയിലേക്ക് വരുമ്പോഴാണ് ടാക്സും സബ്സിഡിയും കൂടി ഇൻക്ലൂഡഡ് ആണ്. ദാറ്റ് ഈസ് ദി ട്രൂ പിക്ചർ ഓഫ് ദി എക്കണോമി. സോ നാഷണൽ ഇൻകം വുഡ് ബി ഈക്വൽ ടു എൻ എൻ പി എൻ പി, എൻ എൻ പി എം പി. ഇതിന്ന് അടുത്തൊരു ടൈമിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോകാലോ. ദാറ്റ് ഈസ് പെർ ക്യാപിറ്റ ഇൻകം. ഇവിടെ നിൽക്കട്ടെ കേട്ടോ, ലിമിറ്റേഷൻ. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വരുമാനം. നാഷണൽ ഇൻകത്തിന് ഇന്ത്യയിലുള്ള ഓരോ ജനങ്ങളുടെയും എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ ആളോഹരി വരുമാനം എന്ന് പറയും. നാഷണൽ ഇൻകം എന്ന് പറയുന്ന കൺസെപ്റ്റ് കിട്ടി. ഇതെന്താണ്? എൻ എൻ പി എം പി. അതിനെ ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടൈമിനെ വിളിക്കുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം ആണ് ഒരു രാജ്യത്തിന് ഡെവലപ്പിംഗ് കൺട്രി ആണോ, ഡെവലപ്ഡ് കൺട്രി ആണോ, മിഡിൽ ഇൻകം കൺട്രി ആണോ, ലോവർ മിഡിൽ ഇൻകം കൺട്രി ആണോ, അതെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ അല്ലേ? എന്തേലും കൺഫ്യൂഷൻ, എന്തേലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിച്ചോ. ഞാൻ ലോജിക്കലി കണക്ട് ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ളതാ. ഇടയിൽ നിന്ന് നമ്മൾ എവിടെയും ബ്രേക്ക് ആയിട്ടില്ല. ഓക്കെ അല്ലേ? ഒന്നും കൂടി സ്റ്റാർട്ടിങ് ചെയ്യുന്നു വാ. നാഷണൽ അഗ്രിഗേറ്റർ മൈൻഡിൽ ഫ്ലോ ഒന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. ജി ഡി പി ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡ് സാർ പറഞ്ഞല്ലോ ജി ഡി പിയില്, അതിനകത്ത് ഈ എക്സ്പോർട്ടും ഇമ്പോർട്ടും കൂടി നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അത് ശരിക്കും ജോഗ്രഫിക്കൽ ബൗണ്ടറിയുടെ പുറത്തുള്ള ഒരു സംഭവമായിട്ട് വരും. അതെല്ലോ, തീർച്ചയായും അതിന്റെ പുറത്തുള്ള ഒരു കാര്യം തന്നെയാണ്. എക്സ്പോർട്ട് എന്ന് പറയുന്നത് പുറത്തേക്ക്, ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഉള്ളിലേക്ക് വരുന്നതാണ്. അത് എക്സ്പെൻഡിച്ചർ ടെക്നിക്കിലുള്ള കാൽക്കുലേഷൻ ആണ്. അതായത് ജി ഡി പി കണക്ക് കൂട്ടാനല്ലേ? അപ്പൊ അത് എങ്ങനെയാണ്? അതിന്റെ പ്രൊഡക്ഷന്റെ ബേസിലാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത ചില കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്നു, ഇന്ത്യക്ക് പുറത്തു നിന്നും ചില ഗുഡ്സ് ഇങ്ങോട്ട് വരുന്നു. അതിൽ നാഷണൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ ഇല്ലല്ലോ. അവിടെ നാഷണൽസ്, ഇന്ത്യൻ നാഷണൽസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ അവിടെ ഇല്ല. ഇന്ത്യയുടെ ബൗണ്ടറിയിൽ നിന്ന് എന്ത് പുറത്തേക്ക് പോകുന്നു, ഇന്ത്യയുടെ ബൗണ്ടറിയിലേക്ക് എന്ത് വരുന്നു എന്നേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഇൻകത്തിൽ നിന്നാണ് നമ്മൾ ആ പേയ്മെന്റ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ വരുമാനത്തിൽ നിന്നാണ് ഇമ്പോർട്ടിൽ നിന്ന് പേയ്മെന്റ് കൊടുക്കുന്നതും എക്സ്പോർട്ടായിട്ട് നമുക്ക് പേയ്മെന്റ് ഇന്ത്യയുടെ ബൗണ്ടറിയിലേക്ക് വരുന്നത്. ആ ഫൈനൽ പ്രൈസ് നമ്മുടെ ബൗണ്ടറിക്ക് ഉള്ളിലാണ് നിൽക്കുന്നത്. അതാണ് അതിന്റെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത്. എക്സ് മൈനസ് എം നമ്മളവിടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി അത് വേറൊരു ടൈമിൽ മോളെ ആലോചിക്കുകയാണെങ്കിൽ മോളുടെ ടോട്ടൽ വരുമാനം ഉപയോഗിച്ച് മോള് ഇന്ത്യക്ക് ഉള്ളിലുള്ള പ്രൊഡക്റ്റുകളും അതേപോലെ ഇന്ത്യയുടെ പുറത്തു നിന്നുള്ള ഒരു പ്രൊഡക്റ്റും വാങ്ങാം. ശരിയല്ലേ? ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോ നമ്മൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഈ റൂമിൽ തന്നെയാണെങ്കിലും പല രാജ്യങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നില്ലേ? ഇതൊക്കെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നതല്ലേ. നമ്മുടെ വരുമാനം ഉപയോഗിച്ച് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ വാങ്ങുന്നു എന്നതാണ് ഈ പറയുന്ന എക്സ്പെൻഡിച്ചർ മെത്തഡ്. അതപ്പോ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തത് ആവണം തന്നെ നിർബന്ധമില്ല. മനസ്സിലായോ? പോയിന്റ് ഓഫ് വ്യൂല് അതിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് മാത്രം. നമുക്കൊരു റിവിഷൻ മാതിരി എല്ലാ ടൈമുകളും ഒന്ന് കണക്ട് ചെയ്യാം മക്കളെ. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും സാധനം കൂടി, ഈ ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞില്ലേ? ഒന്നുകൂടി പറയും. ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ. ആ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ആ ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ അങ്ങനെ ഫോർമേഷൻ. ശരി ശരി.
ഈ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ഫിക്സഡ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഒരുപാട് വർഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പിനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയാം. എക്സാമ്പിൾ, ഒരു മെഷീനറി, നേരത്തെ പറഞ്ഞ കേസിൽ തന്നെ ടെക്സ്റ്റൈൽ മിൽ ഓണർ ഒരു കോട്ടണിനെ ഒരു കോട്ടൺ ക്ലോത്ത് ആക്കി മാറ്റാൻ വേണ്ടി പുള്ളി ഉപയോഗിക്കുന്ന മെഷീനറിനെയാണ് ക്യാപിറ്റൽ ഗുഡ് അല്ലെങ്കിൽ ഫിക്സഡ് ഗുഡ് എന്ന് പറയുക. ബിക്കോസ് അതൊരു പർട്ടിക്കുലർ ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു വർഷത്തോളം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. എന്താണ് അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു തരാം. കൺസ്യൂമർ ഗുഡ് എന്ന് പറയുന്ന വേറൊരു കാറ്റഗറി ഉണ്ട്. ഇപ്പൊ ബേക്കറിയിൽ നിന്ന് മോള് മേടിക്കുന്നതാണ് എന്ത്, ബ്രെഡ് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലേ. ആ ബ്രെഡ് എന്ന് പറയുന്നത് ഞാൻ എപ്പോ കഴിക്കുന്നോ അപ്പൊ തീരും, ശരിയല്ലേ? അപ്പൊ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ തീരുന്ന ടൈപ്പ് ഗുഡ്സിനെ കൺസ്യൂമർ ഗുഡ് എന്ന് പറയും. ഇതിൽ ബ്രെഡ് ആയിക്കോട്ടെ മെഷീൻ ആയിക്കോട്ടെ രണ്ടും എന്തെന്നെയാണ്, ഫൈനൽ ഗുഡ് തന്നെയല്ലേ. രണ്ടും ഫൈനൽ ഗുഡാണ്. ബ്രെഡും മെഷീനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ബ്രെഡ് നമുക്ക് ഇമ്മീഡിയറ്റ് കൺസപ്ഷന് ഉപയോഗിക്കാം, കൈയോടെ ഉപയോഗിച്ച് തീർക്കാൻ പറ്റും. മെഷീനിനെ ആകെ ഒരു തവണ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത പ്രശ്നമില്ലല്ലോ. നമുക്ക് കുറച്ചും കൂടി ലോങ്ങർ ഡ്യൂറേഷനിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ലേ? ലോങ്ങർ ഡ്യൂറേഷനിലേക്ക് നമുക്കൊരു ഫൈനൽ ഗുഡ്സിനെ ഉപയോഗിക്കാൻ പറ്റുന്നുവെങ്കിൽ അതിനെ നമ്മൾ ഫിക്സഡ് ഗുഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ് എന്ന് പറയും. ഒരു ഫൈനൽ ഗുഡിനെ നമുക്ക് ഇമ്മീഡിയറ്റ് കൺസപ്ഷനാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെങ്കിൽ അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് കൺസ്യൂമർ ഗുഡ്. നമ്മുടെ ഫുഡ് ആയിക്കോട്ടെ, പെട്രോൾ ആയിക്കോട്ടെ, പെട്രോൾ വണ്ടിയിൽ നിറച്ചു, വണ്ടി ഓടിച്ച് തീരുന്നതോടുകൂടി ആ പെട്രോൾ തീരും അല്ലേ. അപ്പൊ അത്തരത്തിലുള്ളതിന് നമ്മൾ എന്തെന്ന് വരും, കൺസ്യൂമർ ഗുഡ് എന്ന് പറയും. അത് ഗുഡ്സിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ മാത്രമാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാം. നാഷണൽ അഗ്രിഗേറ്റർ. വൈ നാഷണൽ അഗ്രിഗേറ്റർ? എന്താണ്? ഇന്ത്യയുടെ എക്കണോമിക് ഡെവലപ്മെന്റ് നമുക്ക് മെഷർ ചെയ്യണം. എക്കണോമിനെ മനസ്സിലാക്കാൻ നമുക്ക് കുറെ പാരാമീറ്ററുകൾ വേണം. ദാറ്റ് ഈസ് നാഷണൽ അഗ്രിഗേറ്റർ. ഓക്കെ അല്ലേ? ഇത് ഡ്രൈ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് റിവൈസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നാഷണൽ അഗ്രിഗേറ്ററിന്റെ പേരിൽ നിങ്ങൾ ഇപ്പൊ പല സാധനങ്ങൾ പഠിച്ചു. GDP, GNP, NDP, NNP, നാഷണൽ ഇൻകം, വേണമെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ അല്ലെ? GDP എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയുടെ ബൗണ്ടറിക്കുള്ളിൽ ഇന്ത്യക്കാരനായിക്കോട്ടെ ഫോറിനർ ആയിക്കോട്ടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് GDP. ബൈ ഡെഫിനേഷൻ എന്താ? മാർക്കറ്റ് പ്രൈസ് ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് അല്ലെ. അപ്പൊ നമുക്ക് വേണ്ടത് MP എന്ന് പറയുന്ന ടൈമാണ് കിട്ടേണ്ടത്. പക്ഷെ ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് നിർത്തുമ്പോൾ ഏത് സ്റ്റേജിലാ? FC എന്ന് പറയുന്ന സ്റ്റേജിലാണ്. അപ്പൊ FCയിൽ നിന്ന് മാർക്കറ്റ് പ്രൈസ് MP-യിലേക്ക് എത്തണമെങ്കിൽ എന്താ ചെയ്യാ? MP ഈക്വൽ ടു FC പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡി. 3 ടെക്നിക്കിലൂടെ GDP കാൽക്കുലേറ്റ് ചെയ്യാം. ഏതൊക്കെയാ? പ്രൊഡക്ഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ടെക്നിക്ക്, ഇൻകം ടെക്നിക്ക്, എക്സ്പെൻഡിച്ചർ ടെക്നിക്ക്. അതിൽ ഇൻകം എക്സ്പെൻഡിച്ചറും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൽ ഡബിൾ കൗണ്ടിങ് പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ പ്രൊഡക്ഷൻ ടെക്നിക്കിലാണ് ഡബിൾ കൗണ്ടിങ് വരിക. ഒരേ സാധനം തന്നെ വീണ്ടും വീണ്ടും കൗണ്ട് ചെയ്യും അല്ലെ. അത് ഒഴിവാക്കാൻ നമ്മളൊരു ടെക്നിക്ക് ഉണ്ട്. എന്താ? വാല്യൂ അഡീഷൻ. അല്ലാതെ ഓരോ സ്റ്റേജിലെയും ടോട്ടൽ വാല്യൂ അല്ല, വാല്യൂ ആഡഡ് ഇൻ ഈച്ച് സ്റ്റേജ്. അപ്പൊ പുതിയൊരു പാരാമീറ്റർ ഉണ്ടെന്ന്. ആരാ? GVA, ഗ്രോസ് വാല്യൂ ആഡഡ്. ഗ്രോസ് വാല്യൂ ആഡഡിനെ എന്റെ ആരാക്കി മാറ്റണം? GDP ആക്കി മാറ്റണം. GDP എന്ന് പറയുന്നത് എന്താ? ഗ്രോസ് വാല്യൂ അഡീഷൻ അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ് GDP. അപ്പോൾ ഗ്രോസ് വാല്യൂ അഡീഷൻ ഫാക്ടർ കോസ്റ്റിനെ ഗ്രോസ് വാല്യൂ അഡീഷൻ മാർക്കറ്റ് പ്രൈസ് ആക്കണം. ഇപ്പൊ 2 തരത്തിലുള്ള ടാക്സ് വന്നു, സബ്സിഡി വന്നു. ആരൊക്കെയാ? പ്രൊഡക്ഷൻ ടാക്സ്, പ്രൊഡക്ഷൻ സബ്സിഡി. പ്രൊഡക്റ്റ് ടാക്സ്, പ്രൊഡക്റ്റ് സബ്സിഡി. പ്രൊഡക്ഷൻ ടാക്സും സബ്സിഡി എന്താ? ഇൻഡിപെൻഡന്റ് ഓഫ് ദി വോളിയം ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ നോക്കിക്കോ, GVP ബേസിക് പ്രൈസ് എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റിന് ഉണ്ടെന്നു. വൈ? 2 തരം ടാക്സും സബ്സിഡി ഉള്ളത് കൊണ്ട്. ഇപ്പൊ GVA, ഗ്രോസ് വാല്യൂ അഡീഷൻ അറ്റ് ബേസിക് പ്രൈസ് എന്ന് പറയുന്നത് എന്താ? ഗ്രോസ് വാല്യൂ അഡീഷൻ അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ടാക്സ് മൈനസ് പ്രൊഡക്ഷൻ സബ്സിഡി. അടുത്തത് നമ്മൾ എന്തിലേക്ക് പോവാ? GVA അറ്റ് മാർക്കറ്റ് പ്രൈസിലേക്ക് പോവാ. എന്തായിരിക്കും? GVA അറ്റ് ബേസിക് പ്രൈസ് പ്ലസ് പ്രൊഡക്റ്റ് ഡിപ്പെൻഡന്റ് ഓൺ വോളിയം ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് പ്രൊഡ്യൂസ്ഡ്. എന്താണ്? GVA MP ഈക്വൽ ടു GVA PP പ്ലസ് പ്രൊഡക്റ്റ് ടാക്സ്
മൈനസ് പ്രൊഡക്റ്റ് സബ്സിഡി. എന്ത് കിട്ടി? GVA MP കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു 3 ടെക്നിക്കിലും ഒരു ഉത്തരം കിട്ടുമെന്ന് മനസ്സിലായി. കുറച്ച് കാര്യങ്ങളൊന്നും ഇൻക്ലൂഡഡ് അല്ല GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. എന്തൊക്കെയാ? ഹൗസ് ഹോൾഡ് സർവീസസ്, സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ്, കൺസപ്ഷൻ ഫോർ സെൽഫ് യൂസ്, ബ്ലാക്ക് മണി മാർക്കറ്റ്. ഓക്കെ അല്ലേ? കുറച്ച് എക്സാമ്പിളുകൾ കിട്ടി. പക്ഷെ ഈ ഒരു കാൽക്കുലേഷന്റെ പ്രശ്നം എന്താ മക്കളെ? ഇന്ത്യക്ക് പുറത്തു നിന്ന് ഇന്ത്യയിലേക്ക് വരുമാനം കൊണ്ടുവരുന്നുണ്ട്. വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കള്, അൾട്ടിമേറ്റ്ലി അയാൾ ടാക്സ് അടയ്ക്കുന്നത്, ആ പൈസ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലല്ലേ. അപ്പൊ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാനും പുതിയൊരു ടൈം കൊണ്ടുവന്നു. GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഒരു ഇന്ത്യക്കാരൻ ലോകത്ത് എവിടെ ഏതൊക്കെ തരത്തില് ഫാക്ടറി ഇൻകം നേടുന്നുണ്ടോ അതിനെല്ലാത്തിനും മൊത്തത്തില് GNP എന്ന് പേരിട്ടു. ഇനി GNP GDP നമുക്ക് കണക്ട് ചെയ്യണ്ട. ഒബിയസ്ലി രണ്ടും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല എന്താ? GDP ഈക്വൽ ടു GNPയോടൊപ്പം എന്ത് ആഡ് ചെയ്തു? ഇന്ത്യയിലേക്ക് വരുന്ന വരുമാനം ആഡ് ചെയ്തു, ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഫാക്ടറി ഇൻകം സബ്ട്രാക്ട് ചെയ്തു. ആ രണ്ട് ടൈമിന് ഒരു പേരിട്ടു, നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ്. GDP ഈക്വൽ ടു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? GDP ഈക്വൽ ടു GNP പ്ലസ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ്. GDP ഈക്വൽ ടു GNP പ്ലസ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് അല്ലേ? ഓക്കെ. ഇനി ഇവിടെ എന്താ ഒരു പ്രശ്നം? ഗ്രോസ് എന്ന് പറയുന്നത് റിയൽ പിക്ചർ അല്ല. വൈ? ഈ ഗ്രോസ് എന്ന് പറയുന്ന കാര്യത്തിൽ എന്താണ്? ഇപ്പൊ ഗ്രോസ് എന്ന് പറയുന്നതിലാണ് എന്ത്? ഒരു കമ്പനി ഒരു മെഷീൻ മേടിച്ചതാണ് ഗ്രോസിൽ വരിക. പക്ഷെ ആ മെഷീനിന് എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ്റെനൻസ് ചെയ്യണം. ശരിയല്ലേ? ആ മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിൽ ഓരോ വർഷവും ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടം ഉണ്ടാവും. അതിനൊരു പേരിട്ടു ഡിപ്രിസിയേഷൻ. വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ഗ്രോസ്, ഡിപ്രിസിയേഷൻ ആൻഡ് നെറ്റ്? ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ്. ഇത് വെച്ച് നമുക്ക് പല ടൈമുകൾ കണക്ട് ചെയ്യാം. എന്താണ്? GNP ഈക്വൽ ടു എന്തായിരിക്കും? NNP പ്ലസ് ഡിപ്രിസിയേഷൻ. തിരിച്ചു പറയുകയാണെങ്കിലോ NNP ഈക്വൽ ടു GNP മൈനസ് ഡിപ്രിസിയേഷൻ. GDPയുടെ പറയണ്ടല്ലോ, നമ്മൾ GNP അല്ലേ ഡിസ്കസ് ചെയ്യുന്ന. അപ്പൊ നമുക്ക് NNP എന്ന് പറയുന്ന ഒരു ഫാക്ടർ കിട്ടി. ഈ NNP മാർക്കറ്റ് പ്രൈസിൽ എടുക്കുന്നതാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ യഥാർത്ഥ വരുമാനം. അപ്പൊ NNP മാർക്കറ്റ് പ്രൈസിന് ഒരു പേരിട്ടു നാഷണൽ ഇൻകം. അതിനെ ടോട്ടൽ പോപ്പുലേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പെർ ക്യാപിറ്റ ഇൻകം. എല്ലാം കണക്ട് ആയില്ലേ? എവിടെയെങ്കിലും നോക്കിയോ? നമ്മള് കാര്യം മനസ്സിലാക്കൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ സ്ലൈഡില്? ഇനി പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താ? നാഷണൽ ഇൻകത്തിനെ ടോട്ടൽ പോപ്പുലേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാ. അത് ഒരു യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ സിറ്റിസന്റെ ഇൻകം പറയാൻ പറ്റുമോ? അംബാനി മേടിക്കുന്ന കാശിന്റെയും ഒരു ഫാർമർ മേടിക്കുന്ന കാശിന്റെയും ഏവറേജ് ആണ് എന്ത്? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒരു എക്കണോമിക് ഇൻഡിക്കേഷൻ മാത്രമാണ്. കാരണം നമ്മുടെ നാട്ടില് ഹയർ ലെവൽ ഓഫ് ഇൻഈക്വാലിറ്റി ഉണ്ട്. അംബാനിയും ഫാർമറും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് ഇൻകത്തിൽ അല്ലെ? ഇതിനർത്ഥം എന്തല്ല? അംബാനിയിൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ അംബാനിയിൽ നിന്ന് കാശ് വാങ്ങി ഫാർമറിന് കൊടുത്തു എന്നല്ലല്ലോ. എല്ലാവരുടെയും ഇൻകം കൂട്ടി അതിന് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യും? പോപ്പുലേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യും. അത്രയും മീനിങ് ഉള്ളൂ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇറ്റ്സ് ജസ്റ്റ് ആൻ ആവറേജ്. It's just an average, not the exact income of everybody in our country. Okay. Doesn't provide information about the contribution of various sectors. Standard of living is affected by the government expenditure. First, ipo nammal per capita income India calculate chedu higher aanennu kandu ennu vicharikke. Government appo endu cheyanu? Health inum education കാര്യമായിട്ട് സ്പെൻഡ് ചെയ്തില്ല. എന്താ സംഭവിക്കുക? ഇത് ഹയർ ആവാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അംബാനി പുതിയൊരു പ്രൊജക്ട് തുടങ്ങി അതിൽ നിന്ന് നല്ലൊരു റവന്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടിയില്ലേ? സാധാരണക്കാരുടെ ഇൻകം കൂടിയിട്ടുണ്ടോ? ഇൻ റിയാലിറ്റി ഇല്ല. അപ്പൊ ഗവൺമെന്റ് ക്വാളിറ്റേറ്റീവ്ലി ഹെൽത്തിലും എഡ്യൂക്കേഷനിലും ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുള്ളൂ. അല്ലാതെ പെർ ക്യാപിറ്റ ഇൻകം ഇന്ത്യയുടെ കൂടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ അല്ല? ജനറൽ പോയിന്റ്സ് കേട്ടോ. അടുത്ത ദിവസം എടുക്കാം നമുക്ക് ഡീറ്റെയിൽഡ്. പ്രോ ആൻഡ് കൗണ്ടർ സൈക്ലിക്കൽ പോളിസീസ്, അതും റിക്കവറീസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഭാഗം കൂടി എടുത്തു തന്നെ കഴിയും കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. സിമ്പിൾ കാര്യമാണ്. ഇന്ത്യയുടെ GDP ആദ്യമായിട്ട് മോഡേൺ ഇന്ത്യയിൽ നിങ്ങൾ പഠിക്കൂ കേട്ടോ. ഇന്ത്യയുടെ GDP ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് ദി ഗ്രാൻഡ്
ഗ്രാൻഡ് ഫാദർ ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. പുള്ളി എന്താണ് എക്കണോമിക് ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് വെൽത്ത് ഊറ്റിക്കൊണ്ടുപോയിട്ടുള്ളതിനെ കുറിച്ച് ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു എക്കണോമിക് അനാലിസിസ് നടത്തിയിട്ടുള്ളത് പുള്ളിയാണ്. ഫസ്റ്റ് സയന്റിഫിക് എസ്റ്റിമേറ്റ് ഓഫ് ഇന്ത്യസ് എക്കണോമിക് പ്രോഗ്രസ് ഇസ് മെഷേർഡ് ബൈ പ്രൊഫസർ VKRV റാവു ഇൻ 1931-32. ഫസ്റ്റ് ഒഫീഷ്യൽ എസ്റ്റിമേറ്റ്. ഒഫീഷ്യൽ എസ്റ്റിമേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ഒഫീഷ്യൽ കാൽക്കുലേഷൻ വരുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് 1948-49. Presently which is not calculated by Ministry of Commerce, who Ministry of Statistics and Program Implementation, MOSPI. Okay അല്ലേ, തെറ്റിക്കരുത്. And calculation is done by NSO, National Statistical Office. ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, ബേസ് ഇയർ 2011-12. അപ്പൊ അതിൽ നിന്ന് ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും കൂടി പറയാണ്. റിയൽ GDPയും നോമിനൽ GDP. GDP ആണെങ്കിലും എക്കണോമിക് പാരാമീറ്റർ ആണെങ്കിലും നമ്മൾ പറഞ്ഞിരുന്നു, ഇറ്റ്സ് എ കമ്പാരിസൺ അല്ലെ. ഒരു വർഷത്തെ വാല്യൂ വേറൊരു വർഷമായിട്ട് നമ്മൾ ആ വേറൊരു വർഷത്തെ ക്വാർട്ടറായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങോട്ട് നോക്കിയേ. ഇപ്പോ നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈനാൻഷ്യൽ ഇയർ 24-25 കാൽക്കുലേറ്റ് ചെയ്തു, ഫൈനാൻഷ്യൽ ഇയർ 23-24 കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ അല്ലേ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഈ 2 വർഷത്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തു. ഇതില് 23-24 എനിക്കിത് ഇത്ര കിട്ടിയെന്ന് പറയും. GDP എന്ന് പറയുന്നത് ₹100 എന്ന് കിട്ടി. 24-25 GDP എന്ന് പറയുന്നത് 150 എന്ന് കിട്ടിയെന്ന് വിചാരിക്കും. എന്താ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഈ കേട്ടതിന്റെ പുറത്ത് പറയും. ഫൈനാൻഷ്യൽ ഇയറിൽ GDP കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ₹100 എന്ന് കിട്ടി. ഫൈനാൻഷ്യൽ ഇയർ 24-25 GDP കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 150 എന്ന് കിട്ടി. എന്താണ്? GDP കൂടിയെന്ന് കണ്ടു. ഇതിന്റെ അർത്ഥം പ്രൊഡക്ഷൻ കൂടിയെന്നുണ്ടോ? ഇല്ല. എന്താ കാരണം എന്ന് ഞാൻ കാണിച്ചു തരാം. 2023-24 ഇന്ത്യയിൽ ആകെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ആകെ ഒരു പ്രൊഡക്റ്റ് കേട്ടോ. ആ പ്രൊഡക്റ്റിന്റെ പേരാണ് വീറ്റ്. സിമ്പിൾ എക്സാമ്പിൾ, ഇന്ത്യയിൽ ആകെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് വീറ്റ്. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ. 2023-24 1 കിലോ വീറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയെന്ന് നോക്കി മക്കളെ. ₹20 per kg. ₹20 per kg. അങ്ങനെയാണെങ്കിൽ 2023-24 എത്ര കിലോ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും? ഇപ്പോൾ യു ആർ ആന്റിസിപ്പേറ്റിംഗ് ഇൻ 24-25 വാട്ട്. വീറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അഗൈൻ ₹20 per kg ആണ്. സോ യു ആർ ആന്റിസിപ്പേറ്റിംഗ്. ഇപ്പൊ നിങ്ങൾ പ്രതീക്ഷിച്ചത് ഇന്ത്യയിലെ വീറ്റിന്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞ വർഷത്തെക്കാളും 2.5 കിലോ കൂടിയെന്ന്. പക്ഷെ 2024-25 എന്താ സംഭവിച്ചതെന്ന് അറിയോ? വീറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് കോൾഡ് ഇൻഫ്ലേഷൻ, വിലക്കയറ്റം. 2024-25 എന്താണ്? വീറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1 കിലോന് 25 രൂപയാണ്. ഇതാണ് നിങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ സത്യത്തിൽ അവിടെ അപ്പൊ എത്ര കിലോയെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? അപ്പൊ നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ? വെറുതെ നമ്പർ മാത്രം നോക്കി കഴിഞ്ഞിട്ട് ആക്ച്വൽ പ്രൊഡക്ഷൻ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ 1.5 കിലോ വീറ്റ് പ്രൊഡക്ഷൻ കുറവല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഇത് അറിയണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കാൽക്കുലേഷനിൽ നിന്ന് ആരെ മാറ്റി നിർത്തണം? ഇൻഫ്ലേഷനെ മാറ്റി നിർത്തണം. ആ ഇൻഫ്ലേഷനെ മാറ്റി നിർത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 2 കൺസെപ്റ്റ് ആണ് റിയൽ GDP. വളരെ സിമ്പിൾ എക്സാമ്പിൾ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? ആക്ച്വലി നിങ്ങൾ പ്രതീക്ഷിച്ചത് 7.5 കിലോ പ്രൊഡ്യൂസ് ചെയ്തു എന്നാ. സത്യത്തിൽ എത്ര പ്രൊഡ്യൂസ് ചെയ്ത? 6 കിലോ. Why 150? ഇൻഫ്ലേഷൻ. ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ബേസ് ഇയർ എന്ന് പറയുന്ന ഒരു വർഷം കൊണ്ട്. ഈ ബേസ് ഇയറിൽ ഇന്ത്യയിൽ നമ്മൾ എല്ലാ പ്രൊഡക്റ്റും ഒന്നും നടക്കില്ല. നമ്മൾ കുറച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് എടുക്കും. അതിനെ നമ്മൾ വിളിക്കുക ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതിലൊരു 697-800 ഏകദേശം ഒരു 800-900 ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട്. അതിന്റെ പ്രൈസ് 2011 എന്താണോ ഞാൻ അതായിട്ട് ഫിക്സ് ചെയ്ത് വെക്കും. ഒരു ഫിക്സഡ് പ്രൈസ് 2011-12 പ്രൈസ് ഉപയോഗിച്ച് 2024 25 ഞാൻ ആ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? റിയൽ GDP. ഇപ്പൊ റിയൽ GDPയുടെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും? ഇൻഫ്ലേഷൻ അതിൽ ഇൻക്ലൂഡഡ് ആണോ? ഇല്ല. അപ്പൊ അതിൽ കിട്ടുന്ന ഡാറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്ച്വൽ പ്രൊഡക്ഷൻ ആയിരിക്കും. ഓക്കെ ആണോ? റിയൽ GDPയിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2024-25 GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് 24-25 പൈസ ഉപയോഗിച്ചിട്ടല്ല. ഏത് വർഷത്തെ പൈസ ഉപയോഗിച്ചിട്ടാണ് GDP കാൽക്കുലേറ്റ് ചെയ്യുക? 11-12 അപ്പൊ അവിടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന എലമെന്റിനെ ഞാൻ ഒഴിവാക്കി കിട്ടുന്ന പിക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും?
ട്രൂ പ്രൊഡക്ഷനെ കുറിച്ചുള്ള ഐഡന്റിറ്റി ആയിരിക്കും റിയൽ ജി ഡി പി. ഇപ്പൊ എന്തായിരിക്കും നോമിനൽ ജി ഡി പി? ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏത് വർഷമാണോ ആ വർഷത്തെ പൈസ എന്താണോ അത് ഉപയോഗിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് നോമിനൽ ജി ഡി പി. ഇതിന് പുതിയൊരു ടേം കിട്ടും, പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പഠിപ്പിക്കും. ജി ഡി പി ഡീഫ്ലേറ്റർ. ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ജി ഡി പി ഡീഫ്ലേറ്റർ. എന്തായിരിക്കും ഇതിൽ ആരായിരിക്കും കൂടുതൽ ഉണ്ടാവുക? ഓരോ വർഷം കഴിയുമ്പോൾ കാശ് കൂടിയല്ലേ മക്കളെ വരുന്ന, കുറയുന്നൊന്നുമില്ലല്ലോ. ഈ നോമിനൽ ജി ഡി പിനെ റിയൽ ജി ഡി പി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വർഷത്തെ യഥാർത്ഥത്തിലുള്ള ഇൻഫ്ലേഷൻ വിലക്കയറ്റം എത്രയെന്ന് നമുക്ക് കിട്ടും. ഇത് ഭാവിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. എന്റെ ഉദ്ദേശം റിയൽ ജി ഡി പി നോമിനൽ ജി ഡി പി മനസ്സിലാക്കണം. എന്താ റിയൽ ജി ഡി പി? നമ്മൾ ഈ വർഷം 2024-25 ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് പ്രൈസ് അല്ല എടുക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് ഏത് വർഷത്തെ എടുക്കും? ഒരു ബേസ് ഇയർ എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് ഇയറിലെ മാർക്കറ്റ് പ്രൈസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് റിയൽ ജി ഡി പി എന്നും, ആ കറസ്പോണ്ടിങ് ഇയറിലെ മാർക്കറ്റ് പ്രൈസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് എന്തെന്ന് പറയും? നോമിനൽ ജി ഡി പി എന്ന് പറയും. ഓക്കെ അല്ലേ? വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ് എക്സെട്ര. ഇതുവരെ ഓക്കെ അല്ലേ?